ഹിസ്റ്ററി പ്ലേ ആണ്. കേരള നവോത്ഥാന ചരിത്രത്തിലൂടെ സഞ്ചരിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ എത്തുന്നു ഈ നാടകം. നാടകം അവതരിപ്പിക്കുന്നത് ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം നാം തിയേറ്റർ. ഇതിനോടകം നാടകം 2 ദേശീയ നാടകോത്സവങ്ങളിൽ പങ്കെടുത്തു. നാടകം ആരംഭിക്കട്ടെ. അന്ധമായിരുന്നു നാം ഒരിക്കൽ, നാം അറിയണം അറിയണം അറിയണം, സ്വന്തമായുയർന്നു വന്നതാണു നാം അതറിയണം അറിയണം അറിയണം. അനന്തമാം ദുരന്തമായിരുന്നു ജാതി രീതികൾ, അറിവിനിന്ദ്രധനുസിനാൽ അരിഞ്ഞു നമ്മൾ അരുതിനെ അറിയണം അറിയണം അറിയണം. മനുഷ്യനെ മേലാൽ നിന്നും കീഴാൽ നിന്നും വിഭജിച്ചിരുന്ന കാലം, പണിയെടുത്ത് തടയാനും പട്ടിണിലെടുക്കാനും വിധിക്കപ്പെട്ടവൻ കീഴാളൻ. ചേറിന്റെ കമ്പത്ത് മണ്ണിന്റെ മക്കളെ അദൃശ്യരാക്കിയിരുന്ന കെട്ട കാലം, മനുഷ്യൻ ചാരവും ചെളിയും ആയിരുന്ന കാലം, മഴയും കുതിർന്ന് കരിഞ്ഞുപോയ കാലം. ആ തമ്പ്രാൻ മീതെ കേരളം പടിയിറക്കിയത് നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെയാണ്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും തലയിലെത്താൻ തയ്യാറായി ജാതി കോമരം കത്തുങ്ങി കഴിയുകയാണ്. ആ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കരുത്. മതത്തിന്റെയോ ജാതിയുടെയോ ലിംഗത്തിന്റെയോ ജനിച്ച സ്ഥലത്തിന്റെയോ പേര് വിവേചനം പാടില്ല. എല്ലാവർക്കും തുല്യ നീതിയും തുല്യ അവകാശവും വേണം. ആർട്ടിക്കൽ 15 പറയുന്നു. തമ്പ്രാന്റെ പട്ടിണി മാറ്റാൻ ചേറിൽ പണിയും മേലെ കാർമുകിൽ തോക്കും കറുപ്പ്, പകലന്തിയോളം പാടത്ത് പണിയുന്ന ഏന്, ഇരുട്ടിന്റെ നിറം ചേര് ഞാറ് കറുപ്പ്. ഈ കാച്ചു പഠിപ്പിച്ച ദേഹമാണല്ലോ. ഏന്റെ തമ്പ്രാൻ തല്ലി രസിക്കാനാ. ഇതാ ഇന്നലെ കിട്ടിയതാ. കാളെ തഴുന്ന ചാട്ടവാറുണ്ട്. നല്ല അടിയിട്ടൊന്നറിയില്ലേ? അറിയാം തമ്പ്ര. എന്താടാ പറയുന്നത്? ചാള തമ്പ്ര. കണ്ണിക്കെന്താണ് പറയുന്നത്? കരിക്കാടി കുട്ടിക്കോ രാത്രി തമ്പ്ര. ഹെ, ഒന്നും മറക്കണ്ട കേട്ടോ. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, അരയ്ക്ക് മുകളിൽ വസ്ത്രം തയ്ക്കാൻ പാടില്ല. ഓ തമ്പ്ര. ചെരുപ്പ് കൂടാൻ നല്ല വസ്ത്രങ്ങൾ പാടില്ല. ഓ തമ്പ്ര. ആഭരണങ്ങൾ വാഹനം പാടില്ല. ഓ തമ്പ്ര. ഇതൊക്കെ വാങ്ങാൻ അടിയങ്ങൾക്ക് പണം. എന്റെ കൂലി നെല്ലും കഞ്ഞിയല്ലേ. നല്ല ഓർമ്മയുണ്ടല്ലോ. ഹെ, അവിടെ ചില പെണ്ണുങ്ങളെ മേൽമുണ്ട് ധരിക്കണമെന്ന് പറഞ്ഞ് കല പൊക്കി തുടങ്ങിയിട്ടുണ്ട്. പാട്ടക്കിയിരുന്നോളണം, എങ്കിൽ ഒന്നും കൊണ്ട് ചേരും. വൈകുണ്ഠരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിലേ മാറുമറിക്കൽ സമരം, ശീലവഴക്കേ കലാപം എന്താണെന്നല്ലേ ഉയർന്ന ജാതിക്കാരുടെ മുൻപിൽ പിന്നോക്കിയ ജാതിയിലെ സ്ത്രീകൾ
മാറുമറക്കാൻ പാടില്ല. ആ, ഇത്ര സുന്ദരമായ ആചാരം. അറിഞ്ഞോ കളിക്കുളം ചതയിൽ ഒരു കൂട്ടം ചാതാർ പെണ്ണുങ്ങൾ മേൽമുടി ധരിച്ചു വന്നിരിക്കുന്നേ. എന്തൊരു ധിക്കാരം! എന്താണ് ഈ വേണ്ടത്? വിളിക്ക്, ജാതി കോമരത്തെ വിളിക്ക്. ഓമളി പറഞ്ഞോ ആരോടാൻ കൈയും നീരും കൊണ്ടുപോകുന്ന, ഓരേ കോടിയും കൊണ്ടുപോകുന്ന ജാതി കോമരത്തെ ഉറങ്ങുവായോ? ഉണ്ണികളെ, നിങ്ങൾക്ക് ഞാനില്ലേ? എട് വടിയെട്, ആളെട് വില്ലെട്, അടിതട അടിതട, ഓരെട് തടയെട്. കൽക്കുളം ചന്തയിലേക്ക് ചെന്ന് അവളുമാരുടെ മേൽമുണ്ട് വലിച്ചു കീറി ചുട്ട് അടികൊട്. കുടയെട്, അടിയെട്, വാലെട്, വില്ലെട്, അടിതട അടിതട, പോരെട്, പടയെട്, അടിതട അടിതട, പോരെട്, പടയെട്. ഈ ചാതാർ സ്ത്രീകൾ മാറുമറിച്ചാൽ എങ്ങനെ ഉയർന്ന ജാതിക്കാർ എന്നും അവരെ തിരിച്ചറിയും? ഗവർണറിന് സംശയം. ഹെ, കരിക്കുളം ചന്തയിൽ മേൽമുണ്ട് ധരിച്ചു വന്ന ആ ചാന്നാസ്ത്രീകളെ അടിച്ചമർത്തിയത് ശരിയായ നടപടി. ദിവാൻജിയുടെ വാക്കുകൾ ഭരിക്കുന്നവരെന്നും വേട്ടക്കാരോടൊപ്പം ലഹളക്കാർ ചാന്നാർ സ്ത്രീകളെ അനുകൂലിച്ച സായിപ്പിന്റെ വീടിന് തീ വെച്ചു. കലാപം പലയിടത്തേക്കും പടർന്നു പിടിച്ചു. ഒടുവിൽ ഉത്തരത്തിരുന്നാൽ മഹാരാജാവിന്റെ വിളംബരം ചാനാർ സ്ത്രീകൾക്ക് മോദിച്ച വസ്ത്രം ധരിക്കാം, എന്നാൽ ഉയർന്ന ജാതിക്കാരെ അനുകരിക്കരുത്. പിന്നീട് ആ വിലക്കും പിൻവലിച്ചു. ആയിരത്തി 1890
പറിച്ചെറിയും. അന്നവർ സായിപ്പിന്റെ മുൻപിൽ വലിച്ചെറിഞ്ഞ കല്ലുമാല അഞ്ചടി പൊക്കമുള്ള കുന്നായി അധ്യക്ഷനെ കാണാനാവാതെ അത് ഉയർന്നു നിന്നു. ആയിരത്തി 1913 കായൽ സമരം ധും തലക്കത്ത് തകഹിമി തകഹിമി ധും തലക്കത്ത് തകഹിമി തകഹിമി ധും തലക്കത്ത് തകഹിമി തകഹിമി ധും തലക്കത്ത് ധും തലക്കത്ത് ധും തലക്കത്താം. ഉണ്ണികളെ, നിങ്ങൾ അറിഞ്ഞോ? ഒരു കീഴാണ് മീൻ പിടിച്ച് നടക്കുന്നവരെ ആളോടെ കൂട്ടി സമ്മേളനം നടത്താൻ പോകുന്നു. രക്ഷിക്കണേ കോമകമേ, രക്ഷിക്കണേ. നിങ്ങളെ അവൻ കറുപ്പനാത്രേ. പണ്ഡിറ്റ് കറുപ്പൻ. കണ്ടിച്ചോർപ്പനോ കേരളത്തിലെ എബ്രഹാം ലിങ്കൺ. ഓ, കേരളത്തിന്റെ എബ്രഹാം ലിങ്കൺ, പണ്ഡിറ്റ് കറുപ്പൻ. ഉണ്ണികളെ, നിങ്ങൾക്ക് ഇതുപോലെ പണിയെടുക്കാതെ കഴിയണോ? മേലനങ്ങാതെ തിന്ന് തീർക്കണം പൈതങ്ങളെ. വഴി ഒന്നേ ഉള്ളൂ. കീഴാളനെ അക്ഷരത്തിൽ നിന്നും അകറ്റി നിർത്ത്. നിർത്തിയിരിക്കും. അവന്, ആ കറുപ്പന് എറണാകുളത്ത് സമ്മേളനം നടത്താൻ ഒരിഞ്ച് സ്ഥലം കൊടുക്കരുത്. ഇല്ല, കൊടുക്കില്ല. ഇക്കാണും ലോകങ്ങൾ ഈശ്വരന്റെ മക്കളാണെല്ലാരും ഒരു ജാതി. നീക്കി നിർത്താമോ സമസൃഷ്ടിയെ ദൈവം നോക്കിയിരിപ്പല്ലേ. ധിക്കാരമല്ലയോ യോഗപ്പെണ്ണേ, ധിക്കാരമല്ലയോ ജ്ഞാനപ്പെണ്ണേ. നീക്കി നിർത്താമോ സമസൃഷ്ടിയെ ദൈവം നോക്കിയിരിപ്പല്ലേ. ദൈവം നോക്കിയിരിപ്പല്ലേ. ദൈവം നോക്കിയിരിപ്പല്ലേ. അതവന്റെ ജാലഭൂമിയല്ലേ? തമ്പ്രാ, കണ്ടോ? വേമ്പനാട്ട് ഞാൻ ചെറിയ കൊള്ളങ്ങൾ. നോക്കിക്കേ, അവ തുഴഞ്ഞു തുഴഞ്ഞ് മുളക് കാട്ടിയാക്കി. വെള്ളത്തിൽ അല്പം തീർക്കുന്നു. മറ്റൊരു വള്ളത്തിൽ പണ്ടിക്കറുപ്പൻ സംസാരിക്കുന്നു. ധിക്കാരമല്ലയോ യോഗപ്പെണ്ണേ, ധിക്കാരമല്ലയോ ജ്ഞാനപ്പെണ്ണേ. നീക്കി നിർത്താമോ സമസൃഷ്ടിയെ ദൈവം നോക്കിയിരിപ്പല്ലേ. ദൈവം നോക്കിയിരിപ്പല്ലേ. ദൈവം നോക്കിയിരിപ്പല്ലേ. ആയിരത്തി 1924 വൈക്കം സത്യാഗ്രഹം. നിങ്ങളെ വൈക്കത്തപ്പന്റെ വഴിയിലൂടെ കീഴാളർക്ക് നടക്കണമെന്നേ. വർക്കല നിന്ന് നാരായണ ഗുരു, ശ്രീനാരായണ തമിഴ്നാട്ടിൽ നിന്ന് രാമസ്വാമി നായകർ, കേളപ്പൻ, കേളപ്പൻ, ഓട്ട് കമ്പനിയിൽ പാട്ടെഴുത്തുമായി നടക്കുന്ന നാരായണാശാൻ, മന്നത്ത് പത്മനാഭൻ, സഹോദരൻ അയ്യപ്പൻ, പിന്നെ ഗാന്ധിജി. പാടില്ല, തടയണം. പറഞ്ഞിരിക്കും. ഒരുത്തരും ജീണ്ടാ പറഞ്ഞ് ഇപ്പുറം നടക്കില്ല. പക്ഷേ വൈക്കം സത്യാഗ്രഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഐത്തോച്ചാടനത്തിനുള്ള ആദ്യ ചുവടുവയ്പായി. തുടർന്ന് 1936 ക്ഷേത്രപ്രവേശന വിളംബരം. അമ്പലങ്ങൾ എല്ലാവർക്കുമായി തുറക്കപ്പെട്ടു. ഏലേലോ ഏലേലോ ഏലേലേലോ
അനീതി എന്താണ് എനിക്ക് ചെയ്യാനാവുന്നത്? തോപ്പിൽ ഭാസിയുടെ നവോത്ഥാന നാടകങ്ങൾ. നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും. നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും പൈക്കിളിയെ. നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും പൈക്കിളിയെ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. ഡോക്ടർ, രോഗം ഒരു കുറ്റമാണോ? ശരശയ്യ. പട്ടി തിന്നതിന്റെ ഭാഗ്യ ചോറ് വിഷമനത്തി ഞാൻ എന്റെ മക്കൾക്ക് കൊടുത്തു. ഞാനും തിന്നു. അവർ ഇടഞ്ഞു മരിച്ചു. നിർഭാഗ്യവതിയായി ഞാൻ മരിച്ചില്ല. എന്നെ ശിക്ഷിച്ചുള്ള കോടതി തുലാഭാരം. പുതിയ ഭാരതത്തിൽ ജാതി വേർതിരിവുകളും പീഡനങ്ങളും നടക്കുന്നു. 2023 ചില നേർക്കാഴ്ചകൾ. മക്കളെ നിൽക്ക്. താഴ്ന്ന ജാതിക്കാർ താഴ്ന്നാൽ മതി.
എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്ന 15-ാം വകുപ്പും വിവേചനവും പീഡനവും തടയാൻ 10ഓളം